ഹായ് ചങ്ങായിമാരെ, നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനെതിരെ നടത്തിയ ആക്രമണങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ വേണ്ടി വിദേശത്ത് പോയ സംഘങ്ങളിൽ ഒരാളാണ് നമ്മുടെ തമിഴ്നാട് എം പി കനിമൊഴിയോട് സ്പെയിനിലെത്തിയപ്പം അവിടെ സംഘബോധമുള്ള ഒരു ചൊറിഞ്ഞ ഒരു റിപ്പോർട്ടർ ഒരു കാര്യം ചോദിച്ചു. ഇന്ത്യയുടെ ദേശീയ ഭാഷ എന്താണെന്ന് സംഘബോധമുള്ള റിപ്പോർട്ടർ വിവരിച്ച് ഹിന്ദി ആയിരിക്കും പറയുന്നത്. പക്ഷെ കനിമൊഴി നല്ല അണ്ണാക്ക് തന്നെ റിപ്പോർട്ടർക്ക് കൊടുത്തു. ആ റിപ്പോർട്ടർക്ക് മാത്രമല്ല, ഇന്ത്യയിലെ കുറെ സംഘികൾക്കും കൂടിയുള്ള ഒരു അടിയാണ് അത്. കാരണം ഹിന്ദി ദേശീയ ഭാഷയാക്കണമെന്നും എല്ലാ സംസ്ഥാനങ്ങളിലും ഹിന്ദി ഭാഷ നിർബന്ധമാക്കിയിട്ട് ഹിന്ദി പഠിച്ചേ പറ്റൂ, ഒന്നാമത്തെ ഭാഷ ഹിന്ദിയാക്കണമെന്നും പറഞ്ഞ സംഘികൾക്ക് അണ്ണാക്ക് കൊടുത്തു. അത് മാത്രമല്ല, നരേന്ദ്രമോദി ഇതുപോലെ വിവരമുള്ള ആൾക്കാരെ വിട്ടതിന്റെ ഉദ്ദേശം, അതായത് അവരെ പാർട്ടിയിലുള്ള സംഘികളിലുള്ള ആൾക്കാരെയും കട്ടി നല്ല നേതൃസ്ഥാനം കൊടുത്തിട്ട് ഈ ബിട്ടാസിനെയും ശശി തരൂറിനെയും ഈ കനിമൊഴിയെല്ലാം വിട്ടതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ സംഘികളെ വിട്ടുകഴിഞ്ഞാൽ അവിടെ പോയി ലോക പൊട്ടത്തരം പറയും, ഹിന്ദി ദേശീയ ഭാഷയാന്ന് പറയും. അതുകൊണ്ടാണ് ഈ വിവരമുള്ള പ്രതിപക്ഷത്തുള്ളവരെ നേതൃസ്ഥാനത്ത് കൊടുത്തിട്ട് ഏത് നേതാക്കന്മാരാക്കിയിട്ട് അത് പോകുന്ന ടീമിന്റെ ലീഡർമാരായിട്ട് വിട്ടതെന്ന് ഇപ്പം മനസ്സിലായില്ല. നമുക്ക് ആ കനിമൊഴി പറഞ്ഞ ഡയലോഗ് കേൾക്കാം. You wanted to know about the national language. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം സ്പെയിനിലേക്ക് പോയ സർവകക്ഷി പ്രതിനിധി സംഘത്തെ നയിക്കുന്ന കനിമൊഴി ഇന്ത്യയുടെ ദേശീയ ഭാഷ ഏതെന്ന ചോദ്യത്തിന് നൽകിയ ഉത്തരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ഇന്ത്യയുടെ ദേശീയ ഭാഷ നാനാത്വത്തിൽ ഏകത്വമാണ്. ഈ പ്രതിനിധി സംഘം ലോകത്തിന് നൽകുന്ന സന്ദേശവും അതാണ്. കനിമൊഴി മറുപടി നൽകിയ ഉടനെ സദസ്സിൽ നിന്നും നിർത്താതെ കയ്യടികൾ ഉയർന്നു. You wanted to know about the national language. I think the national language of India is unity in diversity. സ്പെയിനിൽ ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് ഇന്ത്യയുടെ ദേശീയ ഭാഷ ഏതെന്ന ചോദ്യം കനിമൊഴിക്ക് നേരെ വന്നത്. തമിഴ്നാട്ടിലെ DMK സർക്കാരും കേന്ദ്രവും തമ്മിൽ 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ത്രിഭാഷാ ഫോർമുലയുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഉണ്ടായ ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഇത്. And that is the message this delegation brings to the world. And I think that is the most important thing today. And let us continue with that. ഈ നാനത്വത്തിൽ ഏകത്വം നല്ല സംഖ്യകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു വലിയ ബുദ്ധിമുട്ടാണ്. അതിന് ഞാനൊരു 10 മണിക്കൂർ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് സംഖ്യകൾ ഇത് മനസ്സിലാക്കണ്ട. പക്ഷെ ആ കൊടുത്തത് ഞാൻ പറഞ്ഞില്ലേ, ആ റിപ്പോർട്ടർക്ക് കൊടുത്തതാണെങ്കിലും കിട്ടിയത് ഇവിടെ സംഖ്യക്കാണ്. ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർ ഹിന്ദി സംസാരിക്കുന്നുണ്ട് വെച്ചിട്ട് അത് ഹിന്ദി ദേശീയ ഭാഷയാക്കണ അവരുടെ നടക്കൊന്നുമില്ല. പിന്നെ ഇവർക്ക് മെയിനായിട്ട് ഹിന്ദി ദേശീയ ഭാഷയാക്കിയിട്ട് എന്താ വേണ്ടതെന്ന് അറിയാം. ഒരു ഉത്തരേന്ത്യ പറയുന്ന പൊട്ടത്തരം ഉണ്ടല്ലോ, ഇവരെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി പറയുന്ന പൊട്ടത്തരം, അത് ഇന്ത്യയിലെ മറ്റുള്ളവർക്കെല്ലാം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പൊട്ടത്തരം ഹിന്ദി മുഖേന ഇവർക്ക് അറിയിക്കാൻ കഴിയും. അതിനുള്ള ശ്രമമാണ് എല്ലാവരും ഹിന്ദി പഠിപ്പിക്കലും. അതെന്തായാലും ചെലവാകൂല. എന്തായാലും വിവരമുള്ള ആൾക്കാരെ നരേന്ദ്രമോദി വിട്ടതുകൊണ്ടുള്ള ഒരു ഉപകാരം ഇതാണ്. ഇതിനാണ് അണ്ണാക്ക് കൊടുക്കൽ എന്ന് പറയുന്നത് കേട്ടാ. കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് സംഘികളെയാ വിട്ടതെങ്കിൽ ഭോജ്പുരിന്നും മറാത്തിന്നും എല്ലാം പറയാട്ടാ. ചില ടീം പറയും ഹിന്ദിയാന്ന് പറയും. എന്തായാലും വിവരമുള്ളവരെ വിട്ടുകൊണ്ട് നരേന്ദ്രമോദിജി നാണം കെട്ടില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും എന്റെ സുലാൻ.